നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് മസനഗുഡിയിലാണ്. ഇവിടുത്തെ കുറച്ച് വൈൽഡ് ലൈഫ് കാഴ്ചകൾ പകർത്താന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ട്രിപ്പിൻ്റെ ഉദ്ദേശം. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ബന്ദിപ്പൂര് മുതുമല ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് മസനഗുഡിയിലെത്താൻ. ഈ ജൂൺ മാസം അവസാനം വന്നുകൊണ്ട് തന്നെ കാടൊക്കെ അത്യാവശ്യം നല്ല പച്ച പൊതിച്ചാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ മുതുമല ഫോറസ്റ്റിൽ എത്തിയപ്പോൾ തന്നെ ഈ ട്രിപ്പിൽ ആദ്യത്തെ സൈറ്റിങ് കിട്ടി. റോഡിന്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ ആനക്കുട്ടി ഉണ്ടായിരുന്നത്. ഇതിൽ തീരെ ചെറിയൊരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ആനക്കുട്ടി ജനിച്ചിട്ട് മാക്സിമം ഒരു 2-3 ആഴ്ച ആയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 2 ആനകളും പരമാവധി ഈ ആനക്കുട്ടീനെ ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും അത്യാവശ്യം നന്നായിട്ട് പുല്ല് വളർന്നിട്ടുണ്ട്. അപ്പൊ അത് തിന്നാൻ വേണ്ടിയാണ് കേട്ടോ ഈ ആനകൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കുട്ടികളുള്ള ആനക്കൂട്ടം പൊതുവെ കുറച്ച് ഡേഞ്ചറാന്നാണ് പറയാറ്. എന്നാൽ ഇവർ അത്ര പ്രശ്നക്കാരല്ല എന്നാ തോന്നണേ. ഈ കുട്ടിയാനെയും ചെറുതായിട്ട് പുല്ല് തിന്നാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ എത്ര നേരം നോക്കി എന്നാലും നമുക്ക് മതിയാവില്ല. എന്നാൽ ഇതൊരു മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ അത്ര അധികം നേരം വണ്ടി നിർത്തി വീഡിയോ എടുക്കാനും നമുക്കിവിടെ പറ്റില്ല. മുതുമല ടൈഗർ റിസർവിനുള്ളിൽ കയറിയപ്പോൾ തന്നെ എലിഫന്റ് സൈറ്റിംഗ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഹാപ്പിയായി. അല്ലെങ്കിൽ മുതുമല ഫോറസ്റ്റിൽ വന്നിട്ട് എലിഫന്റ് സൈറ്റിംഗ് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എലിഫന്റ് ഡെൻസിറ്റി ഉള്ള ഒരു ഫോറസ്റ്റാണ് ഈ മുതുമല ഫോറസ്റ്റ്. തെപ്പേക്കാട് നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഡിവേഷൻ എടുത്തിട്ട് മസനഗുഡി ഊട്ടി റോഡിലേക്ക് കയറി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോറസ്റ്റ് റൂട്ടുകളിൽ ഒന്നാണ് ഈ തെപ്പേക്കാട് മസനഗുഡി റൂട്ട്. പോരാത്തതിന് മഴക്കാലമായതുകൊണ്ട് തന്നെ ഇപ്പം ഈ കാടിൻ്റെ ഭംഗി ഇരട്ടിച്ചു എന്ന് വേണം പറയാൻ. കുറച്ച് കാട്ടുപോത്തുകൾ ഈ കാടിൻ്റെ കുറച്ച് ഉള്ളിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ റൂട്ടിൽ നമുക്ക് വലിയ വൈൽഡ് ലൈഫ് സൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ല. ഇതാണ് മസനഗുഡി ടൗൺ. ചെറിയൊരു ടൗൺ ആണെങ്കിൽ കൂടി അത്യാവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ടോ. ഇവിടേക്ക് വരുന്നൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ പ്ലാസ്റ്റിക് ബാൻഡാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കവറുകളും അതുപോലെ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കുപ്പികളും ഒന്നും തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഈ ടൗണിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു അരുവി കാണാൻ പറ്റും. അതാണ് മോയാർ റിവർ. മസനഗുഡിയിൽ ഇത്രയധികം വൈൽഡ് ലൈഫ് സൈറ്റിങ്സ് കിട്ടാനുള്ള ഒരു പ്രധാന കാരണക്കാരനാണ് ഈ മോയാർ റിവർ. ഈ റിവറിന്റെ മുകളിലുള്ള മരച്ചില്ലകളായിട്ട് തന്നെയാണ് നമ്മൾ ഈ നീലപ്പൊന്മാര കണ്ടത്. ഉണങ്ങിയൊരു മുളയിലായിട്ടൊരു ചുട്ടി പരന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ശരീരത്തിൽ നിറയെ വെള്ളപ്പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കത് ഇതൊരു ജൂവനൈലാവാനാണ് സാധ്യത. നിങ്ങൾ മസനഗുഡിക്ക് വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂട്ടാ. നിങ്ങൾക്ക് എന്തായാലും കുറേ ഡൗട്ട് ഉണ്ടാവും. എവിടെ താമസിക്കണം, എവിടേക്കൊക്കെ സഫാരി പോകാൻ പറ്റും, അതുപോലെ ജീപ്പ് സഫാരി എടുക്കണോ അതോ സ്വന്തം വണ്ടിയിൽ പോയാൽ മതിയോ, അങ്ങനെ കുറേ ഡൗട്ട് ഉണ്ടാവും. നിങ്ങളുടെ ഒട്ടുമിക്ക ഡൗട്ടുകളും തന്നെ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ നേരത്തെ കണ്ട പാലം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ റൈറ്റ് ആണ് കേട്ടോ നമ്മുടെ സ്റ്റേയിലേക്ക്. ഈ റോഡ് ഇവിടുത്തെ ഒരു ട്രൈബൽ വില്ലേജിലുള്ള റോഡാണ്. റോഡിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും അത്യാവശ്യം കുറച്ച് ഓഫ് റോഡാണ്. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിയോട് കൂടി നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തി. ആരണ്യസൻ റിസോർട്ട് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇപ്രാവശ്യം ഫാമിലി ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസുകളൊന്നും എടുത്തില്ല. എനിക്ക് തോന്നുന്നു കുട്ടികളായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസുകൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും കുറച്ച് അഫോർഡബിൾ റിസോർട്ട് എടുക്കണമായിരിക്കും നല്ലത്. ഞാൻ ഈ വീഡിയോയിൽ ഇൻട്രോ എടുക്കുന്ന സമയത്ത് ഒരു ഹനുമാൻ കുരങ്ങ് എൻ്റെ പിന്നിയോടെ ഓടിപ്പോയി. കുട്ടികൾക്കൊക്കെ അത്യാവശ്യത്തിന് കളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പോരാത്തതിന് കുറേ ഓപ്പൺ ഏരിയ ഉണ്ട്. ഇവിടുത്തെ റൂമുകളും വാഷ്റൂമും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ റിസോർട്ടിനെ കുറിച്ചും സ്റ്റേയിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പറയാം. അപ്പം നമുക്ക് കുറച്ച് മസനഗുഡിയിലെ വൈൽഡ് ലൈഫ് കാഴ്ചകളൊന്ന് കണ്ടിട്ട് വന്നാലോ. ഇവിടുത്തെ റിസോർട്ടുകാരെ നമുക്ക് ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും. വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ സഫാരി ടൈമിങ്. ഇതാണ് ഇവിടുത്തെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ മറവക്കണ്ടി വാച്ച് ടവർ. വൈൽഡ് ലൈഫ് ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്റ്റേ ആണ് കേട്ടോ ഇത്.
ഈ വാച്ച് ടവറിന്റെ മുന്നിലുള്ള മോയാർ റിവറിലായിട്ട് ഒരുപാട് അരിവാൾ കൊക്കുകൾ നിൽക്കുന്നുണ്ട്. ആനകളൊക്കെ മിക്കപ്പോഴും ഈ വാച്ച് ടവറിന്റെ മുന്നിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് വരാറുണ്ട്. മോയാർ റോട്ടിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ സൈറ്റിംഗ് ഈ ഹനുമാൻ കുരങ്ങന്റെ ആയിരുന്നു. ഈ ലങ്കൂറുകളുടെ തലയിൽ ഒരു തൊപ്പി പോലത്തെ ഒരു സംഭവമുണ്ട്. ഇവർ ഇംഗ്ലീഷിൽ ടഫ്റ്റഡ് ഗ്രേ ലങ്കൂർ എന്നാണ് പറയുക. കേരളത്തിൽ കാണുന്ന ഒട്ടുമിക്ക ലങ്കൂറുകളും ബ്ലാക്ക് ഫൂട്ടഡ് ഗ്രേ ലങ്കൂറുകളാണ്. ഈ ടഫ്റ്റഡ് ഗ്രേ ലങ്കൂറുകൾ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലും ഉണ്ടാവാറ്. ഈ പച്ചപ്പിന്റെ ഇടയിലൂടെ പുള്ളിമാൻ ഇങ്ങനെ നടന്നു പോണ് കാണാനേ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ജൂൺ മാസം അവസാനം വന്നിട്ട് കൂടി ഞാൻ വിചാരിച്ചത്ര ഒരു പച്ചപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഇവിടെ ജൂണിലൊന്നും അത്ര മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ஸோ பண்டிப்பூர்லேயும் தண்ணி இருக்குது, இந்த ஏரியாவில் தண்ணி 24 hours தண்ணி இருக்கிறதுனால அங்கே இருக்கிற அனிமல்ஸ் இந்த ரோடை கிராஸ் பண்ணி தண்ணி குடிக்கிறதுக்காக போகுது. இது 24 hours இது ரன் வாட்ரு. கிளன்மார்க் அண்ட் பைக்கார்லேருந்து வர தண்ணி இங்கே வந்து இந்த பவர் ஸ்டேஷன் இருக்குது, ஒரு 5 டேமு 4 டேம் இருக்குது. கரண்ட் உற்பத்தியாகி இங்கே வேஸ்ட்டாக இங்கேருந்து பவானி சாகர் போய் ஜன்னி ஜாயிண்ட் ஆகுது. அதோட கனெக்டான ஏரியா தான் இது. அதனால தான் இங்கே அடிக்கடி அனிமல்ஸ் சைட்டிங் ஆகுது. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു പക്ഷിയാണ് ഈ ബ്രാഹ്മണി സ്റ്റാർലിങ്ങുകൾ. ഈ സ്റ്റാർലിങ്ങിൻ്റെ കൊക്കിലൊരു പുഴുണ്ട്. അത് കൂട്ടിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരുപാട് ബേർഡ്സ് ഈ മസനഗുഡിയിലുണ്ട്. ബേർഡിങ് ചെയ്യണവരുടെയൊക്കെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണിത്. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് അത്ര റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഒരുപാട് ആൾക്കാർ വരണ കാരണമാണെന്ന് തോന്നുന്നു ഇപ്പോൾ കുറേ റെസ്ട്രിക്ഷൻ ബോർഡുകളൊക്കെ വച്ചിട്ടുണ്ട്. ഡ്രൈ ഫോറസ്റ്റുകളൊക്കെ മഴക്കാലത്ത് തന്നെ സന്ദർശിക്കണം കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ കാട്ടുകോഴികളുടെ പുറകിലുള്ള കള്ളിച്ചെടികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡ്രൈ ഫോറസ്റ്റുകളാണുണ്ടോ ഇതുപോലത്തെ ചെടികൾ കൂടുതലുണ്ടാവാറ്. കേരളത്തിലെ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൊക്കെ പോയ സമയത്തും ഇതുപോലത്തെ കള്ളിച്ചെടികൾ എനിക്ക് കാണാൻ പറ്റിയിരുന്നു. ഈ മോയാർ റോട്ടിലെ മിക്ക സ്ഥലങ്ങളും ഇതുപോലത്തെ ഡ്രൈ ഫോറസ്റ്റുകളാണ്. എന്നാൽ സിംഗാര റോട്ടിൽ കുറച്ചുകൂടി പുൽമേടുകൾ കൂടുതലുണ്ട്. എന്തായാലും സഫാരി എടുത്ത് വെറുതെ ഇല്ല. റോഡിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു ആനനെ നമുക്ക് കാണാൻ പറ്റി. ഈ ആന നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് മോയാർ റിവർ ഉള്ളത്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒട്ടുമിക്ക ആനകളും തന്നെ വെള്ളം കുടിക്കാനായിട്ട് ഈ മോയാർ റിവറിലേക്ക് പോകാറുണ്ട്. ആനനെ കണ്ടതുകൊണ്ട് തന്നെ ഒരുപാട് സഫാരി ജീപ്പുകളും പ്രൈവറ്റ് വണ്ടികളും ഒക്കെ തന്നെ ഈ റോഡിന്റെ സൈഡിലായിട്ടുണ്ട്. ഈ വണ്ടികളുള്ളതുകൊണ്ട് തന്നെ ആനയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാനും കുറച്ച് പേടിയാണ്. ഈ വണ്ടികളുടെ സൗണ്ട് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് ഈ ആനകൾ റോഡ് ക്രോസ് ചെയ്യുള്ളൂ. സമയം ഇപ്പോൾ ഒരു 6 മണി കാണും. പ്രൈവറ്റ് വണ്ടികൾക്കൊന്നും 6 മണിക്ക് ശേഷം ഇവിടെ സഫാരി അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ കുറച്ച് വണ്ടികളെ ഇവിടെയുള്ളൂ. ആന എന്തായാലും റോഡ് ക്രോസ് ചെയ്യുന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വണ്ടി ആനയ്ക്ക് ശല്യമില്ലാത്ത രീതിയിൽ കുറച്ച് ദൂരെയായിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ആന എന്തായാലും രണ്ടും കൽപ്പിച്ച് റോഡ് ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറേ കാത്തിരുന്നെങ്കിലും ആനയുടെ റോഡ് ക്രോസിങ് വീഡിയോ ഒക്കെ എനിക്ക് അത്യാവശ്യം വൃത്തിയായിട്ട് പകർത്താൻ സാധിച്ചു. ഒരുപാട് ചെങ്കണ്ണി തിത്തിരികളുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. മിക്കതും അതിൻ്റെ കൂട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഉണ്ടായിരിക്കണം. കൂട് കാണാൻ പറ്റിയില്ലെങ്കിലും തിത്തിരിയുടെ ഒരു ചെറിയ കുട്ടീനെ നമുക്ക് കാണാൻ പറ്റി. ഇവിടെ നിങ്ങൾ ഈവനിങ് സഫാരിക്ക് വരാണെങ്കിൽ പ്രൈവറ്റ് ജീപ്പ് എടുക്കണമായിരിക്കും നല്ലത്. ഏകദേശം വെളിച്ചം പോണ വരെ നമുക്ക് പ്രൈവറ്റ് വണ്ടിയിലൂടെ സഫാരി എടുക്കാൻ പറ്റും. ഈ ഒരു മ്ലാവിൻ്റെ വീഡിയോ എടുത്തപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് ഇരുട്ടായി തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റേയിലേക്ക് പോന്നു. പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ മോയാർ റൂട്ടിൽ 2 കരടീനെയും കണ്ടിരുന്നു. പക്ഷെ ഇരുട്ടായ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സഫാരി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്റ്റേയിലെത്തിപ്പോഴേക്കും അവർ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള അടിപൊളി ഫുഡായിരുന്നു. കൂടുതലും വെജ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. മുൻകൂട്ടി പറഞ്ഞാൽ മാത്രമാണ് അവർ നോൺ വെജ് കുക്ക് ചെയ്ത് തരുള്ളൂ. ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം രാത്രി ഒരു 9:30 കൂടി ഞാൻ വെറുതെ ഒന്ന് ടോർച്ച് അടിച്ച് നോക്കിയതാ. അപ്പോഴാണ് ഈ സ്പോട്ടഡ് ഔട്ട്ലെറ്റിനെ കണ്ടത്. ഈ മൂങ്ങകൾക്ക് 270 ഡിഗ്രി വരെ അവരുടെ ഹെഡ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. മൂങ്ങകളൊക്കെ പൊതുവെ രാത്രിയാണ് കൂടുതൽ ആക്റ്റീവ് ആവാറ്. മാനുകളൊക്കെ ഈ റിസോർട്ടിന്റെ മുറ്റത്തേക്ക് വരാറുണ്ടെന്നാണ് ഇവിടുത്തെ ജീവനക്കാർ പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ വന്ന ദിവസം ഒരു മാനയും കണ്ടില്ലായിരുന്നു. പെട്ടെന്ന് 2 കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടിട്ട് ടോർച്ച് അടിച്ച് നോക്കിയതാ. അപ്പോഴാണ് ഈ ജീവി എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. ആദ്യം ഞാൻ ഇതൊരു കാട്ടുപൂച്ചയാണെന്ന് വിചാരിച്ചേ. പിന്നെ തോന്നി ഇനി എങ്ങാനും ഹൈനയാണോ എന്ന്. അവസാനം ഇതിന്റെ വാല് കണ്ടപ്പോഴാണ് ഇതൊരു മരപ്പെട്ടിയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായത്. കരടിയും പുള്ളിപ്പുലിയൊക്കെ ഈ റിസോർട്ടിന് മുന്നിൽ കൂടെ പാസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അധിക നേരം പുറത്തേക്കുന്നത് സേഫ് അല്ല. പിന്നീട് രാത്രി കിടന്ന് ഉറങ്ങിയതിന് ശേഷം രാവിലെ 6 മണിക്ക് തന്നെ ഞാൻ സഫാരി പോകാൻ റെഡിയായി. ഈ സമയത്ത് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല വെളിച്ചം വന്ന് തുടങ്ങിയിരുന്നു. ഊട്ടിയിൽ നിന്ന് 29 കിലോമീറ്റർ ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യത്തിന് നടപ്പുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇവിടുത്തെ സിംഗാര റൂട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നീലഗിരി മലനിരകളുടെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടൊരു ഡ്രൈവ് നല്ല അടിപൊളി ഫീലാണ്. മലകളിൽ ഇങ്ങനെ കോട പുതച്ചു മൂടി നിൽക്കുന്നൊരു കാഴ്ച. ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുകയാണെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല. ഈ മലകളുടെ പുറകിലായിട്ടാണ് ഇവിടുത്തെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രം ഉദകമണ്ഡലം അഥവാ ഊട്ടി മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. സിംഗാര റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ടൈഗർ ക്രോസിംഗ് വരെ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ റോഡിൽ. ഈ അരിപ്രാവുകളുടെ പുറകിലായിട്ട് 2 ബ്രാഹ്മണി സ്റ്റാർലിങ്ങുകൾ നിൽക്കുന്നുണ്ട്. ഈ അരിപ്രാവുകൾ നമ്മുടെ കാറിന്റെ തൊട്ടടുത്ത് വരെ വന്നു. ഒരു പേടിയില്ലാട്ടോ ഇവർക്ക്. ഈ റോട്ടിൽ കൂടെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ വണ്ടി വല്ല ഇലക്ട്രിക്കോ പെട്രോളോ ഒക്കെ ആണെങ്കിൽ നന്നായി ശ്രദ്ധിച്ച് ഈ റോട്ടിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. എപ്പോൾ വേണമെങ്കിൽ മാനുകൾ ഇതുപോലെ റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടുത്തെ ജീപ്പുകളും ബസ്സുകളൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോവാറ്. പക്ഷെ അവർ സേഫാണ് കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ജീപ്പിന്റെ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ഒരു മൃഗങ്ങളും റോഡ് ക്രോസ് ചെയ്യില്ല. എണ്ണിയാതിരാത്തത്ര മാനുകളാണ് കേട്ടോ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 100-ലധികം ഉണ്ടായിരിക്കണം. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത്രയധികം മാനുകളൊന്നും ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ മാനുകളുടെ ഒരു ചാകരയായിരുന്നു. ഒരു മരച്ചില്ലയിലായിട്ട് ഒരു കിന്നരിപ്പരുന്തും അതിൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു പക്ഷിയുടെയും വിഷ്വൽസ് കിട്ടി. ഒരുപക്ഷെ സ്വന്തം കുഞ്ഞുങ്ങൾ ഈ പരുന്തിൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം ഈ കുഞ്ഞൻ പക്ഷി ഇതുപോലത്തെ സാഹസത്തിന് മുതിർന്നത്. എന്തായാലും രാവിലെ തന്നെ സിംഗാര റോട്ടിൽ വന്നത് വെറുതെ ആയില്ല. ഇതേ പച്ചപ്പിനിടയിൽ ഒരു ആന. അത്യാവശ്യം ദൂരമായിട്ടാണ് ഈ ആന നിൽക്കണ്ടായിരുന്നത്. ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ ആനയെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഈ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ അത്രയും ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ആനകളുടെയൊക്കെ സൈറ്റിങ് കിട്ടുള്ളൂ. വണ്ടി പതുക്കെ ഓടിച്ച് പോകുമ്പോൾ ആനകളിങ്ങനെ മരങ്ങളും ചില്ലകളൊക്കെ ഓടിക്കേണ്ട സൗണ്ട് കേൾക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിവരിവിടെ ഉണ്ടെന്ന് തിരിച്ചറിയണേ. അല്ലെങ്കിൽ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഫാരി ജീപ്പ് എടുക്കാന്നുള്ളതാണ്. അവർക്കാവുമ്പോൾ വ്യക്തമായിട്ട് എവിടെയാണ് സൈറ്റിങ്ങൾ എന്നുള്ള കാര്യം അറിവുണ്ടാവും. എന്തായാലും സ്വന്തം വണ്ടിയിൽ നമ്മൾ തന്നെ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ല് സഫാരി വണ്ടിയിൽ വെച്ച് കിട്ടുന്ന എനിക്ക് തോന്നണില്ല. മസൈമാരയിലെ വൈൽഡ് ബീസ്റ്റുകൾ മാരാ റിവർ മുറിച്ചെടുക്കുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ സിംഗാരയിലെ ഈ ഒരു സ്ഥലത്തിന്. പകൽ സമയങ്ങളിൽ ഈ ഒരു ഏരിയയിൽ ഇഷ്ടംപോലെ മാൻകൂട്ടങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. സമയം ഒരു 7 മണി ആയപ്പോഴേക്കും തന്നെ അത്യാവശ്യം നന്നായിട്ട് വെളിച്ചം വന്നു തുടങ്ങി. നേരത്തെ നമ്മൾ കണ്ട മേഘങ്ങളെല്ലാം
പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പോയി. ഇവിടെ പ്രധാനമായിട്ട് വൈൽഡ് ലൈഫ് സൈറ്റിംഗ് കിട്ടാനായിട്ട് സിംഗാര റോഡ് മോയാർ റോഡ് തന്നെയാണ് ഉള്ളത്. സിംഗാര റോഡ് 7 കിലോമീറ്ററും മോയാർ റോഡ് 11 കിലോമീറ്ററുള്ള സ്ട്രെച്ചാണ്. എക്സ്ട്രാ ഒരു 4 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ മോയാർ റോഡിലാണ് വൈൽഡ് ലൈഫ് സൈറ്റിംഗ് കിട്ടാൻ കുറച്ചുകൂടി ചാൻസ് കൂടുതലുള്ളത്. സിംഗാര റോഡിൻ്റെ അവസാനമുള്ള ഒരു സ്ട്രെച്ചിലാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. കുറേ ദൂരം കത്തിക്കരിഞ്ഞ് കിടക്കുന്ന കാട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കാട്ടുതീ പടർന്ന് പിടിച്ചതാണ്. ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞതനുസരിച്ച് ഒരു ആന ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറിച്ചിട്ടു. അതിൽ നിന്ന് വന്ന തീ കാരണമാണ് ഇന്നിങ്ങനെ ആയെന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് റോഡിൻ്റെ അവസാനമാകുമ്പോൾ ഒരു കോഫി എസ്റ്റേറ്റിലെത്തും. അവിടെ വരെ നമുക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ചു പോകണം. ഈ ഒരു ഏരിയയിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മലയാളാൻ്റെ സൈറ്റിങ്സ് എന്തായാലും കിട്ടും. പിന്നീട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഞെട്ടിപ്പിക്കുന്ന ഈ ഒരു കാഴ്ച കണ്ടത്. കുറച്ച് മാനുകളൊക്കെ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് വെള്ളം കുടിക്കുന്നു. മറ്റു കുറച്ച് മാനുകൾ എന്തോ നോക്കി അലർട്ടായിട്ട് നിൽക്കണ്ടായിരുന്നു. പെട്ടെന്ന് എല്ലാ മാനുകളും കൂടി പേടിച്ചോടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ കാട്ടുപട്ടീനെ കണ്ടിട്ടായിരുന്നു കേട്ടാ എല്ലാ മാനുകളും ജീവനും കൊണ്ട് ഓടിയത്. പെട്ടെന്നൊരു കാട്ടുപട്ടി ഫ്രെയിമിൽ കയറി വരുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലെ വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാട്ടുപട്ടിയുടെ വീഡിയോ ഒന്നും എനിക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം മാരാ റിവറില് വൈൽഡ് ബീസ്റ്റുകൾക്ക് പകരം കാട്ടുപന്നികളാണ് കേട്ടോ ക്രോസ് ചെയ്യുന്നത്. മസൈമാരയിലും മാരാ റിവർ ആണെങ്കിൽ മസനഗുഡിയിലും മോയാർ റിവറാന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ജീപ്പ് സഫാരി എടുക്കുകയാണെങ്കിൽ അവർ കൊണ്ടുപോകുന്നൊരു വ്യൂ പോയിന്റാണ് ഈ വിഭൂതിമല മുരുകൻ ടെമ്പിൾ. എന്നാൽ ഇവിടെ വൈൽഡ് ലൈഫ് സൈറ്റിംഗ് കുറവായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നീട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ബഫ് ആയതുകൊണ്ട് തന്നെ ഇവർ റൂമിലേക്ക് സർവ് ചെയ്ത് തരില്ല. ഇവരുടെ തന്നെ ഒരു റിസോർട്ടായ ലബ്ധി റിസോർട്ടിൽ പോയിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. നമ്മൾ താമസിച്ച് സ്റ്റേ ചെയ്യുന്ന ലബ്ധി റിസോർട്ടിലേക്ക് ഒരു 450 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഈ ലബ്ധി റിസോർട്ടിലെ റൂമുകൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബുക്ക് ചെയ്തിരുന്നത്. എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ കഴിച്ച ഫുഡൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പിള്ളേർക്ക് കളിക്കാനായിട്ട് വിശാലമായൊരു പാർക്കുണ്ട് ഇവിടെ. എൻ്റെ ഈ പുറകെ കാണുന്ന വ്യൂ കണ്ട നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ ലബ്ധി റിസോർട്ടിലെ റൂമുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സൈറ്റിംഗ് ഇവിടെ കിട്ടാറുണ്ട്. എൻ്റെ തൊട്ട് പുറകിൽ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. മിക്കപ്പോഴും ആനകളൊക്കെ എന്തായാലും ഇവിടെ വരും. അതുപോലെ തന്നെ വൈൽഡും ആനകളൊക്കെ മിക്കപ്പോഴും വരാറുണ്ട്. ഇവിടുത്തെ റൂമുകളിലെ ബാൽക്കണി നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളിയല്ലേ? വൈൽഡ് ലൈഫ് സെറ്റിംഗ് ഒക്കെ കൂടുതൽ കിട്ടാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റുകളൊക്കെ ഉണ്ട്. എന്നാലും ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇതുപോലത്തെ റിസോർട്ടുകളായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ പൈസ കുറച്ച് കൂടുതലായിരിക്കും, അതാണ് ഒരു പ്രശ്നം. ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രീമിയം കാറ്റഗറി റൂമുകൾ. ഇതൊക്കെ കണ്ടപ്പോൾ പൈസ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ഇതെന്നെ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. അതുപോലെ തന്നെ ഇവിടുത്തെ പൈസയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ വീക്ക് ഡേയ്സിൽ വരാണെങ്കിൽ ഇവിടെ പൈസ കുറച്ച് കുറവായിരിക്കും. എന്നാൽ വീക്കെൻഡ്സിൽ വരാണെങ്കിൽ അത്യാവശ്യം നല്ല പൈസ ആയിരിക്കും കേട്ടോ. കാരണം ഇവിടെ സാറ്റർഡേ സൺഡേ മാത്രമേ ഇവിടെ റഷ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ ഇവിടെ മൊത്തത്തിൽ ഫ്രീ ആയിരിക്കും. വൈൽഡ് ലൈഫ് മാത്രമല്ല കേട്ടാ, ഇവിടെ കുറേ ആടുകളുണ്ട്. എൻ്റെ പുറകിൽ ഇവിടുത്തെ വന്ന പിള്ളേരൊക്കെ ആടുകളെ തൊടാണ്. ഈ റിസോർട്ടുകളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കിക്കോട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം അവസാനമായിട്ട് മോയാർ വരെ ഒരു സഫാരി കൂടി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. മെയിൻ റൂട്ടിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരമുണ്ട് മോയാറിലേക്ക്. മറവക്കണ്ടി ഡാം പാസ് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റ് ആണ്. അങ്ങനെ പോകുമ്പോഴാണ് റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഉടുമ്പിനെ കാണുന്നത്. ഇത്രയും ക്ലോസ് റേഞ്ചിലുള്ള ഒരു ഉടുമ്പിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സഫാരി വണ്ടികളൊക്കെ തൊട്ടടുത്ത് നിർത്തിയിട്ട് കൂടി ഒരു കൂസലിൽ കണ്ടാണ് ഇവിടെ ഇരിക്കണ്ടായിരുന്നത്. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു എനിക്ക് കാണാൻ പറ്റിയത്. ഇതേപോലത്തെ ചിതൽപുറ്റുകളിലാണ് ഈ ഉടുമ്പുകൾ മുട്ടയിടാറ്. ഒരുപക്ഷെ ഈ ചിതൽപുറ്റ് ഈ ഉടുമ്പിൻ്റെ കൂടായിരിക്കാം. ഇന്നലെ ജീപ്പ് സഫാരി എടുത്തപ്പോൾ നമ്മൾ കാട്ടുപോത്തിനെ കണ്ടിരുന്നു. എന്നാൽ ഭയങ്കര ദൂരമായ കാരണം തന്നെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് നല്ല ക്ലോസ് റേഞ്ചിൽ ഒരു കാട്ടുപോത്തിനെ കിട്ടി. രണ്ട് മൂന്ന് കാട്ടുപോത്തുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരെണ്ണം മാത്രമാണ് റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ.
ഈ സ്ട്രൈക്കുകൾ മിക്കപ്പോഴും ഇതുപോലത്തെ മുൾച്ചെടികളാണ് വന്നിരിക്കാറ്. ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇവർ എപ്പോഴും ഇതുപോലത്തെ ചെടികളിൽ ഇരിക്കുന്നത്. പെട്ടെന്നാണ് കേട്ടോ ഈ ആന എൻ്റെ മുന്നോട്ട് വന്നത്. ആന ഈ ഒരു നോട്ടം നോക്കിയപ്പോൾ എൻ്റെ കിളി ഒന്ന് ചെറുതായിട്ട് പറന്നു. ഇനി ഈ ആനയെങ്ങാനും എൻ്റെ നേരെ ചാർജ് ചെയ്താലോ എന്ന് കരുതി ഞാൻ പയ്യെ വണ്ടിയിൽ നിന്ന് റിവേഴ്സ് എടുത്തു. എന്തായാലും ആനയ്ക്ക് റോഡ് ക്രോസ് ചെയ്യണമെന്നല്ലാണ്ട് വേറൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു. ഇതിവിടുത്തെ ചെറിയൊരു കോവിലാണ്. ഇവിടെ പൂജിച്ച് ഒരു പഴം കഴിക്കുന്ന കുരങ്ങനെ കണ്ട. തമിഴ്നാട് ഗവൺമെന്റിന്റെ ബസ്സുകളൊക്കെ ഇതിൽ കൂടെ സർവീസ് നടത്തുന്നുണ്ട്. നേരത്തെ കണ്ട കാഴ്ചകൾക്ക് സമാനമായ വേറൊരു കാഴ്ച. ഇത്തവണ പരുന്തിനെ ഓടിപ്പിക്കുന്ന കാക്കകളെയാണ് കേട്ടോ നമ്മൾ കണ്ടത്. കണ്ടിട്ട് ഇതൊരു ചക്കി പരുന്താണ്. നമ്മൾ ഫോറസ്റ്റിൽ ഫുഡ് വലിച്ചെറിയുന്ന സ്ഥലങ്ങളിലെ കാക്കകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കാക്കകൾ വന്നിട്ടുണ്ടെങ്കിൽ മറ്റ് പക്ഷികളുടെ ആവാസ വ്യവസ്ഥകളൊക്കെ ഇവർ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ ബേർഡ് സാഞ്ചുറികളൊന്നും നിങ്ങൾ ഒരിക്കലും ഫുഡ് വേസ്റ്റ് പുറത്തേക്ക് വലിച്ചെറിയാൻ പാടില്ല. മോയാർ റോഡിൻ്റെ അവസാനം ആകുമ്പോൾ നമുക്ക് ഈ ഒരു അമ്പലം കാണാൻ പറ്റും. ഇവിടെ വരെ ഫോറസ്റ്റ് ഉള്ളൂ. അങ്ങനെ മോയാറിൽ നിന്ന് റിട്ടേൺ വരുന്ന വഴിക്ക് ഒരു സഫാരി ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് കേട്ടോ ആ സഫാരി ജീപ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നേ. എന്തായാലും മനസ്സലിയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും തന്നെ ആ മാനിനെ അതിൻ്റെ കൊമ്പി ചെടികളുടെ ഇടയിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഈ ചെടിയുടെ ചില്ലൊന്ന് മാറ്റിയിട്ട് ഈ മാനൊന്ന് രക്ഷപ്പെടുത്തിയാലോ എന്ന്. പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഫോറസ്റ്റിന്റെ ബഫർ സോണായ കാരണേ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പിന്നീട് കുറച്ചു നേരം കൂടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി. അവസാനം ഈ മാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഓടിപ്പോയിട്ടോ. ചെങ്കണ്ണി തിത്രികൾ മാത്രമല്ല മഞ്ഞക്കണ്ണി തിത്രികളും ഉണ്ട് കേട്ടോ ഈ മസനഗുഡിയിൽ. ഇവിടുത്തെ ഒരു ഉപയോഗശൂന്യമായ കെട്ടിടത്തിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ സ്പോട്ട് ഡെവലപ്മെന്റ് കണ്ടത്. ഈ ബിൽഡിംഗ് ഉള്ളത് മസനഗുഡി ടൗണിന് അടുത്ത് തന്നെയായിട്ടാണ്. ഇന്നലത്തെ നമ്മുടെ സഫാരി ജീപ്പിന്റെ ഡ്രൈവറാണ് കേട്ടോ എനിക്ക് ഈ ലൊക്കേഷൻ പറഞ്ഞു തന്നത്. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ ഔട്ട്ലെറ്റുകളില്ലായിരുന്നു. എന്തായാലും ഈ പുള്ളിനത്തുകളിലെ കുറച്ച് അടിപൊളി വിഷ്വൽസ് കിട്ടി. ഈ ബിൽഡിങ്ങിന്റെ മറ്റൊരു സൈഡിലായിട്ട് വേറെ ഒരു നത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നത്തുകളുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബിൽഡിങ്ങിന്റെ ചെറിയൊരു പൊത്തിലായിട്ട് ഒരു ഉപ്പൂപ്പൻ അതിൻ്റെ കുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടത്. അങ്ങനെ ഈ ഉപയോഗശൂന്യമായ ബിൽഡിങ്ങിൽ ഒരുപാട് പക്ഷികൾ അവർക്ക് താമസിക്കാനായിട്ടുള്ള കൂട് കൂട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ട്രിപ്പിലെ നമ്മുടെ അവസാനത്തെ സൈറ്റിങ്. പിന്നീട് മസനഗുഡി ടൗണിൽ വന്നിട്ട് ഇവിടുത്തെ കേരള മെസ്സിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഈ ടൗണിൽ നായരയുടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഈ പെട്രോൾ പമ്പിൻ്റെ സൈഡിലായിട്ട് തന്നെ വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ മസനഗുഡി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ പുതിയൊരു കാടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.